തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന പൊളിറ്റീഷ്യൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 3 മൂല്യങ്ങൾ എന്തായിരിക്കും? ഞാൻ യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്നേഹിച്ച് ജനങ്ങളുമായി ഇടപഴകി മുന്നോട്ട് പോകുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ അതിനകത്ത് കക്ഷി രാഷ്ട്രീയം പോലും കാര്യമായി നോക്കാറില്ല. നമ്മുടെ മുമ്പിലെത്തുന്ന പ്രശ്നത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ. ജനങ്ങൾ സാധാരണഗതിയിൽ ഒരു അക്സസബിലിറ്റിയാണ് ആഗ്രഹിക്കുന്നത്. എന്നെ പാതിരയ്ക്ക് വിളിക്കുന്ന ആളുകളുണ്ട്, പകൽ വിളിക്കുന്ന ആളുകളുമുണ്ട്. രണ്ടായിട്ട് കാണാൻ ആർക്കും ഇതുവരെ പറ്റിയിട്ടേയില്ല. അതെൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. നാട്യമല്ല എന്നുള്ളത് ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ശ്രമിക്കുക. അതിന് മറ്റ് സാഹചര്യങ്ങൾ കൂടി കറക്റ്റായി വന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം 10 കൊല്ലം നമ്മൾ പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്. പ്രതിപക്ഷം നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഭരണകക്ഷി ഉന്നം വച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനത്തിനകത്ത് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ഹൈപ്പുണ്ട്. ആ ഹൈപ്പിലൂടെ മുന്നോട്ട് പോകുന്നതിന് നിശ്ചയമായും ജനങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാവൂ. ഞങ്ങൾ പുത്തനായി കുറേ പദ്ധതികൾ കൊണ്ടുവന്നു. പടിഞ്ഞാറൻ ബൈപ്പാസ് കൊണ്ടുവന്നു. അതോടൊപ്പം ഈരക്കടവിൽ നിന്നുള്ള ബൈപ്പാസ് കൊണ്ടുവന്നു. ബണ്ട് റോഡ് വഴി മെഡിക്കൽ കോളേജിലോട്ട് പോകാനുള്ള സംവിധാനം കൊണ്ടുവന്നു. വട്ടംമൂട് പാലം വഴി MC റോഡിൽ കയറാനുള്ള ആക്സസ് ഉണ്ടാക്കി. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. നമ്മുടെ നിയോജക മണ്ഡലം വളരെ കാലമായി കാത്തിരുന്ന കുറേ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിനോടൊത്ത് മുന്നോട്ട് പോകാൻ പറ്റി. 2011 മുതൽ 16 വരെ അതിൻ്റെ ഒരു ശുക്രദശയായിട്ട് കൊണ്ടുപോകാൻ പറ്റി. കാരണം മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ഈ കാര്യത്തിൽ 100% സഹായിച്ചു തന്നു എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ജനങ്ങൾ നന്നായി സ്നേഹിച്ചു. ജനങ്ങളോട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിബദ്ധതയോടുകൂടി പെരുമാറി. നമ്മുടെ നാട്ടിലെ ഏത് പ്രശ്നത്തിനകത്തും ചെറുതാവട്ടെ വലുതാവട്ടെ ഞാൻ കൂടി ഒരു ഭാഗമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുള്ള ജനങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് 100% പ്രതിബദ്ധതയോടുകൂടി പോകുന്നതിന് വേണ്ടിയുള്ള നല്ല പ്രോത്സാഹനം എനിക്ക് കിട്ടി എന്ന് പറയുന്നതായിരിക്കും ശരി. പാലങ്ങൾ, ഓവർ ബ്രിഡ്ജ്, വികസനം, പൊതുവിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോട്ടയത്തിൻ്റെ വികസനം അതൊക്കെയാണ് ഉയർത്തി കാണിക്കുന്നത്. ഇനി അങ്ങോട്ടും വികസനം തന്നെയായിരിക്കോ പ്രധാനമായിട്ടും? നിശ്ചയമായിട്ടും. കാരണം ഇത് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നിട്ടും കുറേ കാലം മുമ്പ് നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. 2 റോഡ് മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അവിടെ നിന്നും നമ്മൾ മുന്നോട്ട് പോയില്ലേ? ജനങ്ങൾക്കെല്ലാം അതിൻ്റെ ഗുണം കിട്ടിയില്ലേ? ഇപ്പം പടിഞ്ഞാറൻ ബൈപ്പാസ് എന്ന് പറയുന്നത് അപ്പർ കുട്ടനാടിൻ്റെ ഹൃദയത്തിലൂടെയാണ് അത് പോരുന്നത്. അവിടെ പാടശേഖരങ്ങളും വരമ്പുകളും അല്ലാതെ മറ്റൊന്നും ആ സമയത്തുണ്ടായിരുന്നില്ല. ജനസഹകരണത്തോടു കൂടി നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ പോയി. ജനസഹകരണം എന്ന് ഞാൻ പറയാൻ കാരണം ഭൂമി മുഴുവൻ അതിൻ്റെ ഉടമസ്ഥന് സൗജന്യമായിട്ട് തരികയായിരുന്നു. അവരെല്ലാവരും ഇതുമായി സഹകരിക്കുകയായിരുന്നു. ഇവിടെ മാത്രമല്ല, നമ്മൾ നടത്തിയ എല്ലാ വികസന പ്രവർത്തനത്തിലും ജനങ്ങളുടെ പങ്കാളിത്തം 100% ഉറപ്പിച്ചുകൊണ്ടാണ് പോയത്. അതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടവും താല്പര്യവും. ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ കൊണ്ടുവന്ന ഒരുപാട് പരിഷ്കാരങ്ങളുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സാർ ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ വിശേഷാൽ ഇപ്പോൾ സേഫ് കേരള പ്രോജക്റ്റ് പോലുള്ളത്. അങ്ങനെയുള്ള പദ്ധതികളുടെ പ്രസക്തി ഇപ്പോഴും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനിപ്പോൾ ആ രൂപത്തിൽ സംസാരിച്ചാൽ നിലനിൽക്കുന്ന മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നത് പോലെ വരും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല. ആ, പക്ഷെ ചില സത്യങ്ങൾ വേണം. ആ. ഇപ്പം ഈ പതിറ്റാണ്ടിൽ ആദ്യമായി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി തന്നെ തിരുവനന്തപുരത്ത് വന്ന് നമ്മുടെ സഹോദരിമാർക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. ഉം. ഞങ്ങൾ ആ ആശയം നേരത്തെ എടുത്തതാണ്. അതെ. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി ഞാൻ ഇരുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ BPL വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക് കോളേജിൽ പോകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുന്നതിന് വേണ്ടി സൗജന്യ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് കാലം മാറി, ഗവൺമെൻറ്റുകൾ മാറി, അവരുടെ നയങ്ങൾ മാറി, അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോഴും ആ ആശയഗതിക്ക് ഒരു ദേശീയ രൂപം കിട്ടി എന്നുള്ളതിൻ്റെ പരമസന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഗതാഗത വകുപ്പിന്റെ പുതിയ പരിഷ്കാരങ്ങൾ ഞാൻ ചോദിച്ചപ്പോഴും ഒരു മന്ത്രിയെ വേദനിപ്പിക്കാതെ മറുപടി പറയാനാണ് ശ്രമിച്ചത്. ആരെയും അങ്ങനെ വേദനിപ്പിക്കണ്ട. രാഷ്ട്രീയത്തിലൊരു കടന്നാക്രമണത്തിന്റെ കാലം കൂടിയാണല്ലോ. ഒരു വാർമുഖത്താണല്ലോ പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകർ നിൽക്കുന്നത്.
ഈ നയതന്ത്രം അതായത് കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ടുള്ള ഈ സമീപനം അത് ഈ കാലഘട്ടത്തും പ്രസക്തമാണ്, റെലവന്റ് ആണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? 100% നമ്മൾ കൈകാര്യം ചെയ്യുന്ന ജനത ഏതാ? നല്ല പരിഷ്കൃതരായിട്ടുള്ള ആളുകൾ, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ. ഇനി എൻ്റെ നാടിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയുകയാണെന്നുവെങ്കിൽ, അക്ഷരനഗരി എന്നല്ലേ ഇതിനെക്കുറിച്ച് അറിയപ്പെടുന്നത്? തീർച്ചയായും. സമ്പൂർണ്ണ സാക്ഷരത്വമുള്ള ഒരു പ്രദേശത്തല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സംസ്കാര സമ്പന്നമായി നമ്മൾ അങ്ങോട്ട് ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതേ പശ്ചാത്തലത്തിൽ തന്നെയല്ലേ നമ്മളും ഇടപെടൂ. കാരണം അങ്ങനെയുള്ള ഒരു ജനങ്ങളുള്ള പ്രദേശത്ത് അഗ്രസീവ് രാഷ്ട്രീയത്തിലല്ല, നേരെ മറിച്ച് സമരസത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോട്ടയത്താണ് നമ്മൾ ഇരിക്കുന്നത്. കുറച്ച് അകലെ പുതുപ്പള്ളിയുണ്ട്. പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഉമ്മൻചാണ്ടി സാറിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നേടിയിട്ടുള്ള അനുഭവങ്ങൾ എത്രയാണ്? ഉമ്മൻചാണ്ടി ഒരു വൻ മതിലാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മളെടുത്ത് നോക്കിയാൽ മതി. ഞങ്ങളെല്ലാം ആ വൻമതിൽ ചാരി നിന്ന് വളർന്ന ആളുകളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ വൻമതിലിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. ആ മാർഗ്ഗം കറക്റ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുമായി യോജിച്ച് സ്നേഹത്തോടു കൂടി പോകണമെന്നുള്ള ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നിലപാട് പോലും ശ്രീ ഉമ്മൻചാണ്ടി നേരത്തെ അനുവർത്തിച്ച് വന്ന നിലപാടാണ്. അദ്ദേഹം നെഞ്ചിന് ഏറുകൊണ്ടിട്ട് പോലും ഒരു കേസും എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം അതുപോലുള്ള സഹിഷ്ണുതയുടെ ഒരു മുഖമാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അതേ പാതയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുമാണ്. ഇപ്പോഴുള്ള തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട 2 പ്രധാനികളായി നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശൻ സാറും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല സാറും. ഇവർ രണ്ടുപേരുമായിട്ടും ദീർഘകാല സൗഹൃദവും അല്ലെങ്കിൽ ഒരു വലിയൊരു ബന്ധവും ഒക്കെ ഉണ്ട്. ഇവരെ 2 പേരെയും എങ്ങനെയായിരിക്കും തിരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രൊജക്റ്റ് ചെയ്യുക? ഞാൻ പറയുന്നത് അവർ 2 പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളല്ലേ. സ്വാഭാവികമായിട്ട് അവർ 2 തലത്തിൽ അവരുടെ സേവനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം കൂടി ചേരുന്നതല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും. അല്ലെങ്കിൽ ഒരു രൂപത്തിൽ മാത്രം നമുക്ക് പോയാൽ മതി എന്ന് ആർക്കെങ്കിലും പിടിവാശി എടുക്കാൻ പറ്റുമോ? ഇതെല്ലാം ഓരോരുത്തർക്കും സംഭാവനകളുണ്ട്. അതോടൊപ്പം അതിൻ്റെ താഴെയും മേളിലുമായി നിരവധി ആളുകളുണ്ട്. നമ്മുടെ മൂവ്മെൻറ്റിനെ സഹായിക്കാൻ പറ്റുന്ന ഒട്ടനവധി ആളുകൾ. അവർ സ്വതന്ത്ര ചിന്താഗതിയുള്ള ആളുകളുണ്ടാകാം. അതല്ലെന്നുവരികിൽ നല്ലതിനെ കൃത്യമായി കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ടാകാം. ശ്രീ രമേശ് ചെന്നിത്തലയുടെയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ്റെയും നിലപാടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കാര്യത്തിൽ വരുമ്പോൾ ഒന്ന് തന്നെയായിരിക്കും. അവർക്ക് 2 നിലപാടേ ഇല്ല. പാർട്ടിയിൽ പൂർണ്ണമായും ഒരു ഐക്യമുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടോ? നിശ്ചയമായിട്ടും ഒരു ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ ആ ജനാധിപത്യ പാർട്ടിക്കകത്ത് ധാരാളം അഭിപ്രായങ്ങൾ പറയും. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒരു പത്രപ്രസ്താവനയോ ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂയോ ആ അഭിപ്രായങ്ങൾ അതാണ് പാർട്ടിയുടെ മൊത്തം അഭിപ്രായം എന്ന് നമുക്ക് വിലയിരുത്താനും പറ്റില്ല. പാർട്ടിയുടെ അഭിപ്രായത്തിനകത്ത് എന്താ വ്യത്യസ്തമായ സമീപനം വരുന്നത്? അതെല്ലാം കറക്റ്റല്ലേ? അപ്പോൾ അനുദിന വാർത്താ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തയുമാണ് ഈ നയം എന്ന് ധരിക്കുകയും വേണ്ട. ഞങ്ങൾ ഈ കാര്യത്തിൽ യുണൈറ്റഡാണ്, ഒറ്റക്കെട്ടാണ്. അത് ഒരുമിച്ച് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. കേരളം മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അത് ആവശ്യമാണ് എന്ന് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ കരുതുകയാണ്.